കോതമംഗലത്ത് ഓണത്തിന് പൂക്കളമൊരുക്കാൻ ചെണ്ടുമല്ലിപ്പൂക്കൾ ഇനി വിദ്യാലയ മുറ്റത്തു നിന്ന്. ഗവൺമെന്റ് LP സ്കൂളിൽ ചെണ്ടുമല്ലിപ്പൂ കൃഷി തുടങ്ങി. കുട്ടികളും PTA-യും മുൻകൈയെടുത്താണ് പൂക്കൃഷി നടത്തുന്നത്. കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളിന്റെ ഭാഗമായുള്ള സ്ഥലത്ത് സ്കൂൾ PTA-യുടെയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. പൂക്കൃഷിക്ക് ആവശ്യമായ വിത്തുകളും മറ്റു സൗകര്യങ്ങളും കേരള വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഒരുക്കുന്നത്. ആഫ്രിക്കൻ ചെണ്ടുമല്ലിയുടെ അത്യുൽപാദന ശേഷിയുള്ള F1 വിത്തുകളാണ് സ്കൂൾ വളപ്പിൽ നട്ടുനനച്ച് പരിപാലിക്കുന്നത്. വിത്ത് നട്ട് 45 ദിവസത്തിനുള്ളിൽ മൊട്ടുകൾ വന്നു തുടങ്ങും. 60 ദിവസം മുതൽ വിളവെടുത്ത് തുടങ്ങാം. ഓണക്കാലത്ത് വിളവെടുക്കുന്ന പൂക്കൾ മാർക്കറ്റിൽ വിൽക്കുന്നതിനും ലഭിക്കുന്ന തുക സ്കൂൾ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനും നൽകുക എന്ന ലക്ഷ്യവുമാണ് ഇവർക്കുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം കോതമംഗലം AEO KB സജീവ് നിർവഹിച്ചു. പുസ്തകങ്ങളെ നമ്മൾ ഏറെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ പൂക്കളും സസ്യങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷികളും ഒക്കെ തന്നെ നമ്മൾ ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട ഒന്നാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം, നമ്മൾ നാളേക്ക് വേണ്ടി ഉള്ള കരുതലിന്റെ ഭാഗമായിട്ട് ഇന്നേ തന്നെ ഓണത്തിനോടനുബന്ധിച്ച് പൂക്കൾ സമൃദ്ധമായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ ഈ പറയുന്ന യൂത്ത് വിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് വളരെയധികം സന്തോഷത്തോടെ പറയാൻ സാധിക്കും. ഈ ഓണത്തോടനുബന്ധിച്ച് ഈ പ്രദേശമാകെ നല്ല മനോഹരമായ പൂക്കൾ കൊണ്ട് നമ്മുടെ മക്കളെ പോലെ മനോഹരമായ പൂക്കളും മക്കളും ഒക്കെ ആയിട്ട് നമ്മുടെ വളരെ സമൃദ്ധമായ ഓണം ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ഉദ്യമത്തിന് നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിംഗ് അടക്കമുള്ള അതുപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാവിധ നന്ദിയും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം EM ജോണി ഇടയ്ക്കാട്ടുകൂടി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കുട്ടികൾക്കായുള്ള പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ് നിർവഹിച്ചു. സ്കൂളിനെ ഒന്ന് ആചരിക്കുന്നതോടൊപ്പം നിങ്ങൾ ഇതുപോലെ ഓണത്തിന് ഒരു കൈ മുന്നോട്ട് നിങ്ങൾ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രാവർത്തികമാക്കുവാനായിട്ട്, കാരണം ബന്ധിത്തൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അതിന് ചെണ്ടുമല്ലി എന്നാണ് പേരാണെങ്കിലും ബന്ധിത്തൈയാണ് അതിന്റെ ആ തൈയുടെ പേര്. അത് ഇവിടെ നട്ട് നമ്മൾ ഓണത്തിന് പച്ചക്കറി ആണ് നമ്മൾ എല്ലായിടത്തും നടുന്നത്. അതുപോലെ തന്നെ മനോഹരമാക്കാൻ നമ്മൾ നല്ല പൂക്കളം ഉണ്ടാക്കുവാൻ ഇന്ന് നടന്ന ആ ബന്ധിത്തയിലെ പൂ എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നന്നായി പൂ വിരിഞ്ഞ് മിടുക്കരായി നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായി നമ്മുടെ വീട്ടുമുറ്റം ഇതുപോലെ നല്ല കൃഷികൾ ചെയ്യുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് വ്യാപാരികൾ എല്ലാവരും ഒത്തൊരുമയോട് ഇവിടെ പ്രവർത്തിക്കാൻ എത്തിയെന്ന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷഞ്ചൽ, ജില്ലാ സെക്രട്ടറി അജു മാത്യു, നിയോജക മണ്ഡലം സെക്രട്ടറി ഇട്ടൂപ്പ് ഓലിയപ്പുറം, ട്രഷറർ PS അജിത് കുമാർ, സ്കൂൾ HM PV പ്രേമമോൾ, PTA പ്രസിഡന്റ് ഷോബി ചാക്കോ, അധ്യാപികമാരായ ബിന്ദു സെബാസ്റ്റ്യൻ, ഓയ ആമിന, NS ഷീന തുടങ്ങിയവർ സംസാരിച്ചു. പൂക്കളും സുലഭമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇപ്പോൾ തൈകൾ നട്ടാലാണ് നമുക്ക് ഓണമാകുമ്പോൾ പച്ചക്കറികളും പൂക്കളും കിട്ടുകയുള്ളൂ. ഓണത്തിന് നമുക്കറിയാം, കേരളത്തില് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള 2 വസ്തുക്കളാണ് പച്ചക്കറികളും അതുപോലുള്ള പൂക്കളും. ഇത് ഇപ്പോൾ പച്ചക്കറികളെല്ലാം ഏതാണ്ട് പകുതിയിൽ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. മീഡിയ സൃഷ്ടി കോതമംഗലം.